ശരി ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ രാജൻ, ഇന്ന് ഒരാൾ രാത്രിയിൽ തന്നെ വാഹനം ഓടിച്ചു പോകേണ്ട ജീവിത പ്രാരാബ്ദങ്ങൾ പോയ ഒരാൾ, അയാളുടെ ഒരു കുഴപ്പവും കൊണ്ടല്ല, പെട്ടെന്ന് വാഹനം പോകുമ്പോൾ മുകളിൽ നിന്ന് ഈ ഗർഡർ വന്ന് വീഴുന്നു. ഗർഡർ വന്ന് വീണാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ. ആ മൃതദേഹം തന്നെ പുറത്തെടുക്കാൻ 3 മണിക്കൂറോളം വേണ്ടി വന്നു. ഈ സുരക്ഷാ മുൻകരുതലൊന്നും ഇവർ എടുക്കാറില്ലേ? ഇത് സാറേ, ഞാൻ ഈ സമയത്തൊക്കെ ഈ ഡൽഹിയിലെ മെട്രോയും ഫ്ലൈ ഓവറും ഈ ഇതുപോലെ നാഷണൽ ഹൈവേ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഡൽഹിയിലുണ്ട്. 2015 മുതൽ 17 വരെ ആ സമയത്ത് ഞാൻ ആ റൂട്ടിലൂടെ ഗുഡ്ഗാവ് ഡൽഹി ആ റൂട്ടിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഒരു തരി മണ്ണ് പോലും കാണത്തില്ല. രാത്രി കാലങ്ങളിൽ ആ പണി നടക്കുന്നത്. മെട്രോ ശ്രീധരന്റെ അണ്ടറിലായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ ആ പുള്ളി ഇല്ലായിരുന്നു. എന്നാലും ആ കണ്ടീഷനിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെയൊക്കെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണത്ത് പോലും ഇല്ല. എത്ര ക്ലിയറാ, നീറ്റ് ആൻഡ് ക്ലിയറാ. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പണിയാണ്. പക്ഷേ കേരള സർക്കാരും സപ്പോർട്ട് ചെയ്താലല്ല ഇത് നടക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി വളരെ വളരെ മോശമായി പോയി. ആ സമയത്ത് വീമൊക്കെ വെക്കുന്ന സമയത്ത് പ്രീകാസ്റ്റിംഗ് വീമാ, അത് ടീം ഇത് ചെയ്ത് കൊണ്ടുവരുന്നതാ. അതിനത്ര സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല. ആ സമയത്ത് ഇതെടുത്ത് പിടിച്ചു വെക്കുന്ന സമയത്ത് ആ റോഡൊക്കെ ക്ലോസ് ചെയ്യേണ്ടതാ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അവിടെ പോലീസുകാരില്ലായിരുന്നു സാറേ. അവിടെ ആദ്യം വന്ന ആള് വന്ന് പറയുന്നത് ഞാൻ വന്നതിന് ശേഷമാണ് പോലീസുകാർ വന്നതെന്ന്. ശ്രീ രാജൻ, ഈ പോലീസുകാരുടെ ഒന്നുമല്ല, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച, ഞാനും ആ സമയത്ത് ഡൽഹിയിൽ ജോലി ചെയ്തതാണ്, എനിക്കറിയാം. ഡൽഹി മെട്രോ ഒക്കെ നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ എത്രയോ ഇരട്ടി തിരക്കുള്ള റോഡിലൂടെയാണ് അതും ഒറ്റത്തൂണിൽ ഈ പടുകൂറ്റൻ ഗഡറുകളൊക്കെ ഉയർത്തി വെച്ച് നിർമ്മിച്ചത്. അവിടെ എങ്ങും താഴെ കൂടെ പോകുന്ന ആളുകളുടെ ദേഹത്ത് പൊടി പോലും വീഴാത്ത സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് അവർ അതെല്ലാം ചെയ്തത്. ആരും അങ്ങനെ മുകളിൽ നിന്ന് ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്ന അവസ്ഥയൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ അതൊന്നും വേണ്ട, ജനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പൊയ്ക്കോളും എന്നുള്ളൊരു വ്യവസ്ഥയാണോ? ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ രാവിലെയും വൈകിട്ടും പോകുന്ന സമയത്ത് ഒരു തരി മണ്ണ് പോലും ആ പ്രദേശത്തെങ്ങും കാണത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയും മണ്ണും ഇത്രയും മഴയും ഇതൊക്കെ പെയ്യുന്ന ഈ സ്ഥലത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണ്ട ചെയ്യാൻ. ശരി, താങ്കൾ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പലപ്പോഴും KSRT ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ, ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത്. അവർ നിരന്തരം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പറയാറുണ്ട്, ഈ മെയിൻ റോഡിൽ കൂടെ അവർക്ക് നിരന്തരം ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കോ തൃശ്ശൂരേക്കോ പോയി വരുമ്പോഴേക്കും ശ്വാസകോശം നിറയെ പൊടി നിറയുന്ന അവസ്ഥ. ഈ റോഡുകളെല്ലാം ഒരു സ്ഥലത്ത് പോലും കൃത്യമായ ബദൽ പാതകൾ നിർമ്മിക്കാതെയാണ് നമ്മുടെ ദേശീയപാത നിർമ്മാണം പോലും നടക്കുന്നത്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, ഇത് താങ്കളൊരു ഇടത് അനുഭാവി കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വം ഒക്കെയാണ്. പക്ഷേ ഇതിനെല്ലാം കൃത്യമായ റിവ്യൂ നടത്തുന്നു എന്നൊക്കെ പറയുന്ന ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കരാറുകാർ ഇങ്ങനെ കോടികൾ വെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ ജനത്തിന് നൽകേണ്ട മിനിമം സുരക്ഷാ മുൻകരുതലുകൾ, ബദൽ യാത്രാ സൗകര്യങ്ങൾ, ഇതൊന്നും ചെയ്യാതെ ഈ റോഡ് നിർമ്മിക്കുമ്പോൾ വികസനത്തിന് വേണ്ടി നിങ്ങളെല്ലാം സഹിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം മതി. അവരുടെ ഉത്തരവാദിത്തം അവർ നിറവേറ്റണ്ടേ?